Dear students, ഈ വീഡിയോയിലെ മൂവിങ് ആവറേജുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. പക്ഷെ മൂവിങ് ആവറേജ് നേരത്തെ നമ്മൾ ഓഡ് ഇയേഴ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ ഈവൻ ഇയേഴ്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നോക്കാം, കൺസിഡർ ദ ഫോളോയിങ്. ഡാറ്റ തന്നിട്ടുണ്ട്, ഇയറും ആനുവൽ സെയിൽസും തന്നിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 4 years ended മൂവിങ് ആവറേജ് അഗൈൻസ്റ്റ് ഇയർ 6. 4 years ended മൂവിങ് ആവറേജ് ആണ് ചോദിക്കുന്നത്. നേരത്തെ 5 years 3 years ഒക്കെ അങ്ങനെ രീതി നമ്മൾ ചെയ്തത് അല്ലേ. ഇവിടെ ഈവൻ നമ്പർ ആണ് വന്നിട്ടത് അഗൈൻസ്റ്റ് ഇയർ 6. അപ്പോൾ 6 year ആണ് നമുക്ക് വരേണ്ടത്. ഞാൻ നേരത്തെ ചെയ്ത പോലെ ഞാൻ പറഞ്ഞു, ഏത് ഇയേഴ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 1 2 3 4 5 ആണെങ്കിൽ 5 വരെ എഴുതുക അല്ലേ. ഇവിടെ നമ്മൾ 4 വരെ എഴുതാൻ പറ്റുള്ളൂ, 1 2 3 4. പക്ഷെ ഇതിന് സെന്റർ ഉണ്ടോ? ഇല്ലല്ലോ, സെന്റർ ഇല്ല. നമ്മൾ ഇയർ ഏതാ നമുക്ക് വേണ്ട? 6th year ആണ് അല്ലേ, 6th year. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അപ്പൊ നോക്കാം, ഇതിനോ 2 ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ 3 ആയിട്ട് എടുക്കാനോ പറ്റില്ല. അതെന്താ, ഈവൻ നമ്പറാ. അങ്ങനെയാണ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ഇയർ കാണാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, അതിനൊന്ന് ജസ്റ്റ് ആ വാല്യൂസ് എഴുതുക. എന്നിട്ട് നമ്മൾ ഏത് ഇയറാ വേണ്ടത്, ഏത് ഇയർ? 6th year അല്ലേ. 6th year ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇത് എനിക്ക് സെന്റർ ആയിട്ട് വരണം. എത്ര ഇയറിന് സെന്റർ ആയിട്ട് വരണം? 4 years സെന്റർ ആയിട്ട് വരണം. ഒരിക്കലും ഈ ഇയർ ഒന്നിന്റെ സെന്റർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഇയർ സെന്റർ എടുക്കുകയാണെങ്കിൽ നോക്കാം, 5 6 4 എന്ന് പറയാന്നുണ്ടെങ്കിൽ 4th year 5th year 6th 4th ഈ 4 years എടുക്കാന്ന് വിചാരിക്കുക. 6 സെന്റർ ആണോ? അല്ല. എന്നാൽ ഇങ്ങനെ എടുക്കുക, നോക്കാം, 5 6 7 8 എടുക്കാം. അപ്പോഴെന്തല്ല, ഈ 6 സെന്റർ ആയിട്ട് വരില്ല അല്ലെ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഷോർട്ട് കട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എക്സാം ഓറിയന്റഡ് ഷോർട്ട് കട്ട് ആയിട്ട് പറയാട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, 6ന്റെ മുകളിൽ 6th year അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 6ന്റെ മുകളിൽ ഒരു ലൈന് വരയ്ക്കുക. 6ന്റെ മുകളിൽ ഒരു ലൈന് വരയ്ക്കുക, താഴെ ഒരു ലൈന് വരയ്ക്കുക കേട്ടോ. 6ന് ഒരു 2 ലൈനിന്റെ ഉള്ളിലാക്കുക. 6ന്റെ മുകളിൽ ഒരു ലൈന് വരച്ചു, ഇതെങ്ങനെയാണ് പുറത്തേക്ക് വരച്ചു. 6ന് താഴെ എന്ത് ചെയ്തു, ഒരു ലൈന് വരയ്ക്കുക. 6 താഴെ ഒരു ലൈന് 2 കളറായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് 2 കളർ. മുകളിലെ ലൈൻ ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുന്നു കേട്ടോ. താഴത്തെ ഇതിന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ കളറിൽ കൊടുക്കാം. താഴെ ബ്ലൂ കളറിലായിട്ട് കാണിക്കാം. ബ്ലൂ കാണുന്നുണ്ടാവും അല്ലെ. ഈ 2 കളറിലേക്ക് കൊടുക്കുന്നു കേട്ടോ. ഇനി എന്ത് ചെയ്യാന്നറിയോ, ഈ ലൈന് സെന്റർ ആയിട്ട് വരുന്ന 4 അല്ലേ. അപ്പൊ അതിന് മുകളിലേക്ക് 2 എണ്ണം, താഴത്തേക്ക് 2 എണ്ണം. 4 അല്ലേ, അപ്പൊ നേരെ മുകളിലേക്ക് 2 എണ്ണം. അപ്പൊ 6 ആണെങ്കിൽ മുകളിലേക്ക് 3 എണ്ണം, താഴത്തേക്ക് 3 എണ്ണം. ഈ ബ്ലാക്ക് ലൈനിന്റെ മുകളിൽ 2 ഇയേഴ്സ്, അതായത് ഏതൊക്കെ വരും അത് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു. 4 and 5, ദെൻ താഴത്തേക്ക് 2 എണ്ണം. അപ്പൊ 6 7 അല്ലേ. ഇതല്ല മുകളിലേക്കും താഴേക്ക് വരുമ്പോൾ ഈ ബ്ലാക്ക് ലൈനിന്റെ മുകളിൽ 2 ഇയറും താഴെ 2. അതിന്റെ ഈ വാല്യൂസ് ഏതൊക്കെ നോക്കാം. 4th yearന്റെ എത്രയാണ്? 3.4 അല്ലെ. ദെൻ 5th yearന്റെ 4.4. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 3.4 4.4. ദെൻ നെക്സ്റ്റ് അടുത്ത ഏതാ വരുന്നത്? 6th yearന്റെ 5.4 പോയിന്റ് ഉണ്ട്, പ്ലസ് 5.4 പ്ലസ് അടുത്തത് 7th yearന്റെ 3.4. എല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. 3.4 പ്ലസ് 4.4 പ്ലസ് 5.4 പ്ലസ് 3.4. ഇറ്റ് ഈസ് 16.6 കേട്ടോ. 16.6 ആണ് എനിക്ക് കിട്ടുന്ന ആൻസർ. ഇനി ആ ബ്ലാക്ക് ലൈനിന്റെ കാര്യം കഴിഞ്ഞു കേട്ടോ. ഞാൻ ഹൈലൈറ്റ് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്, പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട്. 6th year ആയിരുന്നു എന്റെ ഫോക്കസ് പോയിന്റ്, അത് ഞാൻ മാറ്റുന്നില്ല. 6th year അവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഹൈലൈറ്റ് ചെയ്ത് അവിടെ തന്നെ. ഇനി ഞാൻ ബ്ലൂ ലൈന് 6ന് താഴെയുള്ള ലൈനെ ഫോക്കസ് ചെയ്ത് നോക്കുക. അതിനെ മിഡ് ആയിട്ട് എടുത്ത് മുകളിലേക്ക് 2 വർഷം, താഴത്തേക്ക് 2 വർഷം. അപ്പൊ ഏതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്? ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഞാൻ അതിനെ വേണമെന്നുണ്ടെങ്കിൽ വേറെ കളറിൽ ഹൈലൈറ്റ് ചെയ്തതിന്റെ വേണമെങ്കിൽ നമുക്കത് പറയാം. ഈ ബ്ലൂ ലൈനിന്റെ മുകളിൽ 2, അതായത് 5 and 6 ഈ 2 വർഷം അല്ലെ. താഴത്തേക്ക് 2 7 and 8. 5 6 7 8. ഇതിന്റെ വാല്യൂസ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വരിക? 5ന്റെ വരുന്നത് 4.4 പ്ലസ് 6ന്റെ വരുന്നത് 5.4 പ്ലസ് 7ന്റെ വരുന്നത് 3.4 പ്ലസ് 3.4 ആണ്, പ്ലസ് 8ന്റെ വരുന്നത് 2.4. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട് നോക്കാം. 4.4 പ്ലസ് 5.4 പ്ലസ് 3.4 പ്ലസ് 2.4. It is 15.6. 15.6 ആണ് വരുന്നത്. ഇവിടെ നോക്ക്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തിന്റെ ആവറേജാ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏതിന്റെ ആവറേജ്? സെന്റേഡ് ആവറേജ് ആണ് അല്ലെ. ഏത് ഇയറിന്റെ? 6th yearന്റെ. 6th yearന്റെ ആവറേജ് 2 വാല്യൂസും കിട്ടിയ പോലെ. അപ്പൊ ഈ 6 എന്നുള്ളത് എന്തിന്റെ അടിയിലാണ് വരുന്നത്? ഈ പറയുന്ന 2 ഈ കിട്ടിയ ടോട്ടൽ നമ്മൾ 2 ലൈനിന്റെ അടിയിലല്ലേ 6 വരുന്നത്. ഞാൻ റെഡ് കൊണ്ട് ഇതാക്കണ്ടോ. 6 എന്നുള്ളത് ഈ 2 ലൈനിന്റെ സെന്ററിലാണ് വരുന്നത്
അല്ലെ? രണ്ട് ലൈനിന്റെ സെന്ററിലാണ് 6 വരുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ രണ്ട് വാല്യൂസും ഏതൊക്കെ 16.6ഉം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ആവറേജ് ചെയ്യുക. 16.6 അത് അതേപോലെ തന്നെ അതിന്റെ രണ്ടിന്റെയും മൂവിങ് ആവറേജ് 16.6ന്റെ മൂവിങ് ആവറേജ് എത്രയാണ്? എത്ര വർഷത്തെ ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 16.6ന്റെ 4 ഇയേഴ്സ് മൂവിങ് ആവറേജ് കേട്ടോ. 16.6 കാണുന്നില്ലോ, അതൊന്ന് ഇവിടെ എഴുതിട്ട് കേട്ടോ. അതിന്റെ 4 ഇയർ മൂവിങ് ആവറേജ് കേട്ടോ. 4 ഇയർ മൂവിങ് ആവറേജ് 4 ഇയർ മൂവിങ് ആവറേജ് എന്നാണ്. സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മാറ്റി എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. സോറി, ഇത്രയാണല്ലോ കിട്ടുന്ന സ്ക്രീന്. ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കട്ടെ. ഇല്ല അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ അതിന് വായിക്കുക. നമ്മൾ എഴുതുന്നത് 4 ഇയർ മൂവിങ് ആവറേജ് MAV എന്ന് എഴുതുന്നുണ്ട്. മൂവിങ് ആവറേജ് അത് ആദ്യത്തെ എന്താണ്? 16.6 ഡിവൈഡഡ് ബൈ 4 ഇയേഴ്സ് അല്ലേ? ഡിവൈഡ് ബൈ 4 എനിക്ക് 4.15 എന്ന് കിട്ടുന്നുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ എഴുതുന്നു. 4 ബ്ലാക്കിലല്ലേ എഴുതുന്നത്? 4.15 സൈസ് കൂട്ടിക്കോട്ടെ. 4.15 കേട്ടോ. 4.15 ആണ് അവിടെ ആൻസർ കിട്ടുന്നത്. എന്നാൽ അടുത്തത് നോക്കുന്നത് 15.6 ഡിവൈഡഡ് ബൈ 4 3.9. 2 വർഷത്തെയും മൂവിങ് ആവറേജ് ഞാൻ 2 കാൽക്കുലേഷനും മൂവിങ് ആവറേജ് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടത് 4 ഇയറിന്റെ. ഈ രണ്ട് 4 ഇയറുമായി ബന്ധപ്പെട്ടല്ല. 4 ഇയർ 6th ഇയറിന്റെ കേട്ടോ. 4 ഇയർ അല്ല, 6th ഇയർ ആണ് എനിക്ക് വേണ്ടത്. 6th ഇയറിന്റെ മുകളിലേക്കുള്ളതും താഴേക്കുള്ളതുമാണ് ഈ രണ്ട് ആവറേജ്. എന്നാൽ 6th ഇയർ ഇതിന് രണ്ടിന്റെയും നടുവിലല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഇത് രണ്ടിനെയും ടോട്ടൽ ചെയ്യുക. ഇത് രണ്ടിനെയും ടോട്ടൽ ചെയ്ത് അതിന്റെ ആവറേജ് ചെയ്യുക. ഈ രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് എത്ര വരുന്നുണ്ട്? 4.15 പ്ലസ് 3.9. 4.15 പ്ലസ് 3.9 ചെയ്ത് നോക്കാം. 4.15 പ്ലസ് 3.9 ദാറ്റ് ഈസ് 8.05 അല്ലെ? 8.05 അതിനെ ഡിവൈഡ് ബൈ 2. രണ്ട് സംഖ്യ അല്ലേ? അതിന്റെ ആവറേജ് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 4.025 എന്നാണ്. അതിന് ഈ 25 റൗണ്ട് ചെയ്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? 4.03 എന്ന് എടുത്തിട്ടുണ്ട്. ഈ 5നെ ഇങ്ങോട്ട് 3 ആയിട്ട് റൗണ്ട് ചെയ്ത് 4.03 എന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും സൂട്ടബിൾ ആയ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4.03. ശരിക്കും 0.25 ആൻസർ ഉണ്ടെങ്കിൽ 0.25 എടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ ആൻസർ ഇല്ല. പിന്നെ ഏറ്റവും ഇതിൽ നിയറസ്റ്റ് ആയിട്ടുള്ളത് 0.3 എന്ന് റൗണ്ട് ചെയ്ത് എടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഈവൻ ഇയേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഏത് ഇയർ ആണോ പറഞ്ഞത് അതിന് മുകളിൽ ഒരു ലൈൻ വരയ്ക്കുക, താഴെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് എത്ര വർഷമാണ് പറഞ്ഞത് അതിന് പകുതി മുകളിലേക്കും പകുതി താഴത്തേക്കും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. 2 ടോട്ടൽ കിട്ടും. 2 ടോട്ടലിനെയും 4 ഇയർ ആണ്. ഡിവൈഡ് ബൈ 4 ആയിട്ട് ഒരു മൂവിങ് ആവറേജ് കാണും. 2 മൂവിങ് ആവറേജ് കിട്ടും. പക്ഷെ നമുക്കൊരു മൂവിങ് ആവറേജാണ് വേണ്ടത് ഇല്ലേ? 2നെയും ടോട്ടൽ ചെയ്ത് ഡിവൈഡ് ബൈ 2. അതിന് സെന്റേർഡ് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. അതിന് 2നെയും സെന്ററിൽ വരുന്ന മൂവിങ് ആവറേജ് 4.03 ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഈ ക്വസ്റ്റ്യൻ തനിയെ ചെയ്ത് നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ.